ഏതൊരു കാര്യത്തിനും ഉള്ളും പുറവും ഉണ്ടാകും. അകവും പുറവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇന്ന് ഭൂരിപക്ഷം പേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പുറത്തെ സിസ്റ്റമാണ്. മനുഷ്യ ശരീരത്തിൽ നിന്നുകൊണ്ടുള്ള പുറമേയുള്ള ഒരു സിസ്റ്റം. അകത്തുള്ളതെന്നും മിസ്റ്റീരിയസ് ആണ്. അത് സന്യാസിമാർക്കും വിശുദ്ധന്മാർക്കും ഔലിയാക്കൾക്കും ഒക്കെ മാത്രം പോകാൻ പറ്റുന്ന ഒരിടം. പലപ്പോഴും അവരെ നമ്മൾ ബഹുമാനിക്കുമെങ്കിലും അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ പേടിയാണ്. ആദ്യമായിട്ട് വന്ന എല്ലാവർക്കും സ്വാഗതം. ഒന്നുമില്ലെങ്കിൽ പേടിയാണ്, ഇല്ലെങ്കിൽ സംശയമാണ്. ആ വഴി മാത്രം നമ്മൾ ആരും മനുഷ്യർ പരീക്ഷിക്കില്ല. മിസ്റ്റീരിയസ് ആയിട്ടുള്ള വഴികൾ. അതിനെക്കുറിച്ചും പറഞ്ഞു പറ്റിച്ചു വച്ചിട്ടുണ്ടാകും. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട് ഇവിടെ. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട്. കോടാനുകോടി മനുഷ്യർ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് കാത്തു നിൽക്കുകയാണ്. അവരുടെ വിശ്വാസമാണത്. ഫിസിക്കലി പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് ഉദിക്കട്ടെ, എന്നാൽ ഫിസിക്കലി അല്ലാതെ, ഒബ്ജക്റ്റീവ് അല്ലാതെ പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ആധുനികതയുടെ മറവിൽ ഈ ഒളിച്ചു കടത്തുന്നത് മുഴുവൻ എവിടെ നിന്നാണ് ഉദിച്ചിട്ടുള്ളത്? ആ ജ്ഞാനം, ആ അറിവ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സിയൂസും മർഡോക്കും ഹുബാലും ഒക്കെ ഒളിച്ചു കടത്തുന്നത്, അതിനെല്ലാം ആധുനികതയുടെ മറവിൽ, ഇതെല്ലാം ഒറ്റ അച്ചിൽ തീർത്തതാണ്, ഇതിനെയെല്ലാം ആധുനികതയുടെ മറവിൽ ഒളിച്ചു കടത്തുന്നത്, ശാസ്ത്രത്തിന്റെ മറവിൽ ഒളിച്ചു കടത്തുന്നത് നിങ്ങൾ ഇനിയും കണ്ടില്ലേ? അപ്പൊ സൂര്യൻ ഉദിച്ചത് നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടില്ല. സകല തത്വശാസ്ത്രങ്ങളെയും കൊള്ളയടിച്ച് അവർ മാറ്റിമറിച്ചു. ഇന്ന് പുരാതനമായ ഒരു ഭാരതീയ സംസ്കാരം പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുക്കപ്പെട്ടതാക്കി മാറ്റി അവര്. യഥാർത്ഥ ധർമ്മങ്ങളുടെ യാഥാർത്ഥ്യം അന്വേഷിച്ച് ഒരു മനുഷ്യൻ പോയാൽ അവൻ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനും അവനെ ചതിയനും വഞ്ചകനും ഒക്കെ ആക്കി മാറ്റാനും പകരം ശാസ്ത്രം എന്ന പേരിൽ ആ ശക്തികൾ പഠിപ്പിക്കുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാനും സമൂഹത്തെ പ്രാപ്തരാക്കി. കഴിഞ്ഞ 5-6 നൂറ്റാണ്ട് കൊണ്ട്, ഒരു 500-600 വർഷം കൊണ്ട്. സിയൂസ് എന്ന അവരുടെ ഏറ്റവും വലിയ ദേവന്റെ പ്രത്യേകതയാണ് ഈ പറയുന്ന ഹോമോസെക്ഷാലിറ്റിയും ലെസ്ബിയനിസും ഒക്കെ.
ശാസ്ത്രത്തെ വെള്ളം തൊടാതെ വിഴുങ്ങുമ്പോൾ അതിൽ ഒളിച്ചു കടത്തുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എന്ത് ധർമ്മങ്ങൾ നിങ്ങൾ പഠിച്ചാലും നിലവിൽ അവർ ഉണ്ടാക്കി വെച്ച ധർമ്മത്തെയാണ് പഠിക്കുന്നത്. എല്ലാ ധർമ്മങ്ങളെയും ശാസ്ത്രമായി ചേർത്ത് വായിക്കാനാണ് ഇപ്പോൾ ഇഷ്ടം ആൾക്കാർക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. എല്ലാ ധർമ്മങ്ങളെയും ശാസ്ത്രമായി ചേർത്ത് വായിക്കാനാണ് ഇഷ്ടം. നമ്മുടെ ധർമ്മത്തിൽ ഇങ്ങനെയുണ്ട്, ആ ശാസ്ത്രമുണ്ട്, ഈ ശാസ്ത്രമുണ്ട്. ഇതാരുണ്ടാക്കി? ഏറ്റവും പുരാതന ഇതിഹാസം എന്ന് പറയുന്ന ഗിൽഗിമേഷിന്റെ ഇതിഹാസമുണ്ട് ഇറാഖിൽ. ഏറ്റവും പുരാതന ഇതിഹാസം എന്നറിയപ്പെടുന്ന 3500 വർഷം പഴക്കമുള്ള ഗിൽഗിമേഷ്. ഗിൽഗിമേഷ് എന്ന് പറഞ്ഞ ഒരു രാജാവ് അമരത്വം തേടിപ്പോയ ഒരു 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 ഇതിഹാസമാണത്, ഒരു കഥയാണ്. അതിന്റെ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ആ ടാബ്ലറ്റ് ഇറാഖ് വാറിന്റെ സമയത്ത് അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകളാണ് ഇവര്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊത്തിവെച്ച് കല്ലില് ഇങ്ങനെ എഴുതി വെക്കുന്നതിനാണ് ടാബ് എന്ന് പറഞ്ഞത്. അത് അവരാണ് ഈ ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ആൾക്കാരെന്ന് വിചാരിക്കണം. ആ സാധനം അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ലാസ്റ്റ് പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടാണോ അങ്ങനെ തന്നെയാണോ തിരിച്ചു കൊടുത്തതെന്ന് അറിയില്ല. ആ തിരിച്ചു കൊടുത്ത ആളുകളാണ് ഈ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് നിന്നും കൊള്ളയടിച്ചുകൊണ്ട് സാധനങ്ങളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയ ഒരു വിഭാഗമുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്നും. ആ ശക്തികൾ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സിസ്റ്റം, ആ ശക്തികൾ ഉണ്ടാക്കിയ മത സിസ്റ്റം, ആ ശക്തികൾ ഉണ്ടാക്കിയ സംഘടനാ സിസ്റ്റമാണ് ഇന്നും എല്ലാവരും പിന്തുടരുന്നത്. അതായത് പടിഞ്ഞാറൻ സൂര്യനെയാണ് നിങ്ങൾ പിന്തുടരുന്നത്. ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ സകല മനുഷ്യരും ആ സിസ്റ്റത്തിലായി മാറി എന്നുള്ളത്. അതിന് അറബി എന്നോ അനറബി എന്നോ ഏഷ്യൻ എന്നോ യൂറോപ്യൻ എന്നോ യു കെക്കാരനെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഇതിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ ആയി എന്നതാണ് ഇതിന്റെ ഫലം. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെയായി. അതൊക്കെ എന്നേ ഉദിച്ചു കഴിഞ്ഞു. എന്നേ കഴിഞ്ഞു. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ പുക നിറയും ഭൂമിയിൽ മുഴുവൻ എന്നാ പറഞ്ഞ. പുക നിറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാതായി. അവരാണ് നിങ്ങൾ എന്ന മിഥ്യാബോധം ഉണ്ടായി. ഏത്? ഈ പാശ്ചാത്യ അല്ലെങ്കിൽ ആ സൂര്യനിൽ നിന്നും ഉയർന്നു വന്ന ഡ്രസ്സ് വരെ അതല്ലേ. ഇന്ന് എല്ലാ ഡ്രസ്സുകൾ വരെ അവരുടേതായ സിസ്റ്റം അല്ലേ യൂസ് ചെയ്യുന്നത്. സകലതും അവരുടേതല്ലേ യൂസ് ചെയ്യുന്നത്. ഒന്നും കാണാൻ വയ്യാത്തൊരു പുകമറയ്ക്കകത്തായി നിങ്ങൾ മാറി. സ്വന്തം കുട്ടിയെ ജീവനോടെ കൊല്ലുന്ന സിസ്റ്റം എവിടെ നിന്നാണ് വന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും ചിന്തിക്കണ്ട. സ്വന്തം അമ്മയുടെ ഉദരത്തിലുള്ള ഒരു കുഞ്ഞു കുട്ടിയെ കൊല്ലുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് എവിടെ നിന്നാണ്? അത് മാത്രം ആ ചെറിയൊരു കോടാനുകോടി കാര്യങ്ങളുണ്ട്. അതിലൊരു ചെറിയ കാര്യം എടുത്ത് ചിന്തിച്ചാൽ മതി. എവിടെ നിന്നാണ് ആ സിസ്റ്റം രൂപം കൊണ്ടത്? സെയിം ആ കമ്പനി തന്നെ. സെയിം കമ്പനി. സെയിം കമ്പനി. ശാസ്ത്രം വളർന്നു, പൊല്യൂഷൻ വളർന്നു. ഇന്നത്തെ സകല ലോകക്രമവും അവരുടെ കീഴിലാണുള്ളത്. അതില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. സകല സംവിധാനങ്ങളും സകലതും അവരുടെ കയ്യിലാണ്.
അവർക്കാകെ പിടിവിട്ട് പോയത് ഈ സോഷ്യൽ മീഡിയയിലാ. അത് വേറൊരു കഥയാ, അത് ഞാൻ പറയാം പിന്നീട് ഒരിക്കൽ. ഇപ്പോ സോഷ്യൽ മീഡിയ നിരോധനം നടന്നുകൊണ്ടിരിക്കുക പല രാജ്യങ്ങളിലും. അത് ഞാൻ പറയാം, അത് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം 2000 വർഷം അല്ലെ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സിസ്റ്റത്തെ കുറിച്ച് പല ധർമ്മങ്ങളിലും പറഞ്ഞിരുന്നു. അത് ലാസ്റ്റ് നമ്മുടേതാകും. ആരുടെ? ഋജുവായ പാദക്കാരുടെ ആകുമെന്ന് അതും പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളുടെ അവസാനം, ഏടുകളുടെ അവസാനം ഉണ്ടായത് എബ്രഹാം കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് ഗ്രന്ഥങ്ങളുടെ തുടക്കം. മോശയുടെ കാലഘട്ടത്തിലാണ് അത് ശക്തമാകുന്നത്. പക്ഷെ ആ ഏടുകളും ആ വേദങ്ങളും പുരാതനമായ ഉപനിഷത്തുകളും ഗ്രന്ഥങ്ങളും എല്ലാം ഇവരുടെ ആവശ്യങ്ങൾക്കായി ഒന്നുമല്ലെങ്കിൽ വ്യാഖ്യാനം നടത്തി, ഇല്ലെങ്കിൽ പല രീതിയിൽ നശിപ്പിച്ചു കളഞ്ഞത് വരെയുണ്ട്. നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ആർക്കും ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ആചാരാനുഷ്ഠാനം ചെയ്താലും ആൾക്കാർ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ബിൽഡിങ്ങുകളാണ് നിങ്ങളെ ഭിന്നിപ്പിക്കുന്നത്. നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക്. എത്ര ആരാധനാലയങ്ങൾ എന്ന പേരിൽ എത്ര ബിൽഡിങ്ങുകൾ. അതില് ഏതെങ്കിലും എല്ലാവർക്കും കയറാൻ പറ്റുന്നതുണ്ടോ? എന്ത് ഭിന്നത ഉണ്ടായാലും ഉടനെ ഒരു ബിൽഡിംഗ് അങ്ങ് തുറക്കും. അത് എല്ലാവർക്കുമുള്ള കെട്ടിടങ്ങളല്ല, ഓരോ സംഘടനക്കും ഓരോ വിഭാഗത്തിനും വേറെ 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 വേറെ. ആരാണ് ഈ ബിൽഡിങ്ങുകൾക്ക് ഫണ്ട് നൽകിയത്? ഒരു കാലഘട്ടത്തിൽ ഇതിന് ഭയങ്കര ഫണ്ടിങ് ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇതിന് ബിൽഡിംഗ് പണിയുന്നതിന് വിദേശത്ത് ഏതും, അതായത് ഈ പ്രത്യേകിച്ചും ഈ എബ്രഹാമിക് റിലീജിയനുകളുടെ, അപ്പൊ പറയും അത് അറബി അല്ലേ എന്ന് പറയും. അറബി ആണേലും ആരാണേലും ഇവരുടെ ഭാഗമാണ്. അത് വന്നതിന് ശേഷമാണ് ഇത്രയും വിഭാഗീയത ഉണ്ടായത്. നിങ്ങൾ നോക്കിയ മുട്ടിന് ബിൽഡിങ്ങുകൾക്ക് ഫണ്ട് നൽകുന്നു. നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിനെയും പുറത്തെയും കൺട്രോൾ ചെയ്യുന്നതാണ്, അല്ലാതെ ബിൽഡിംഗ് അല്ല. ഉള്ളിനെയും പുറത്തെയും നിങ്ങൾ നിയന്ത്രിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി ആ ശക്തി നേടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം നന്മയ്ക്കും സമൂഹ നന്മയ്ക്കും കാരണമാകും. പക്ഷെ നിങ്ങൾ ഈ സിസ്റ്റത്തെ ഫോളോ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് നെറ്റ്വർക്കാണ്, ഒരു വലയാണത്. ഒരു ചുരുളിയിലാണ് നിങ്ങളുള്ളത്. അവർ തീർത്ത ഒരു ചുരുളിയിൽ. നിങ്ങൾക്കിത് ഇത് വളരെ കൃത്യമായി ഇന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒരു കുട്ടിയെ കൊല്ലുന്ന ഒരു സിസ്റ്റം. ഞാന് സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആണ് ഈ മറ്റുള്ള ഈ ആണും ആണും തമ്മിലുള്ള വിവാഹം, അതൊക്കെ അന്ന് തുടങ്ങുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ഇത് സജീവമാണ് എന്ന് ഉള്ളത് ശ്രുതി മാത്രമേ ഉള്ളൂ. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അവിടെ നിന്ന് എങ്ങനെ അതിനെ എല്ലാം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. സകല കൾച്ചറും സകല സിസ്റ്റവും അതെങ്ങനെയാണ്? ബിൽഡിങ്ങുകൾക്ക് ഫണ്ട് നൽകി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകി, പല രീതിയിലും അവർ ആ സിസ്റ്റത്തെ ഒളിച്ചു കടത്തി. അടിമകളാക്കി മനുഷ്യനെ മാറ്റുക എന്ന സിസ്റ്റം, പുരാതനമായ വലിയൊരു ശക്തിയും വലിയൊരു സംവിധാനവും വലിയൊരു പഠന രീതിയും നമുക്കുണ്ടായിരിക്കെ അതിനെല്ലാം തൂത്തു തുടച്ച് ഇല്ലാതാക്കി കളഞ്ഞു. വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി എക്സ്പീരിയൻസിലൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഈ ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞത്.
അതിനെ മുഴുവൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി വെറും പട്ടിണിപ്പാവങ്ങളാക്കി ലോകത്തിന്റെ മുന്നിൽ ഒന്നിനും കഴിവില്ലാത്തവരാക്കി മാറ്റി. ഇവിടെയാണ് ഒരു സാധകന്റെ ഒരു സാധന നേടി നമ്മുടെ ശക്തി, നമ്മുടെ ഇന്നർ ജേണി നടത്തിയിട്ടുള്ള ആ ശക്തിയെ നമ്മൾ വീണ്ടെടുക്കേണ്ടത്. ഓരോ വ്യക്തികളും നേടിയെടുക്കേണ്ട ശക്തിയാണ്. ഈ ശക്തികൾ നേടിയെടുക്കുന്നതിന് എല്ലാ ധർമ്മങ്ങളിലും 4 വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആത്മീയം, ഒന്ന് ധ്യാനം, ഒന്ന് സ്തുതി, ഒന്ന് രൂപം. ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് മനുഷ്യൻ പരീക്ഷിച്ചു നോക്കേണ്ടത്. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ വരുതിയിലാക്കുക, അതിനെ കാണുക, സാക്ഷിയാകുക. കാണുക എന്നാൽ അവിടെ സാക്ഷിയാകുക എന്നാണ്. കേൾക്കുക എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആകുക എന്നുള്ളതാണ്. ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാണനാണ്, ശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രാണൻ പോയി. കണ്ണുകൾ അടച്ച് ചിന്തകളെ നിരീക്ഷിക്കുക, അതൊരു മാർഗമാണ്. സ്തുതി മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടാവും, ദൈവത്തെ സ്തുതിക്കുന്ന മാർഗമാണ് സ്തുതി മാർഗം, നാമമാർഗം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ചില ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ദൈവമേ നീ മഹത്തരമാകുന്നു, നീ മഹാനാകുന്നു, നീ കാരുണ്യവാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില മാർഗം. നാലാമത്തെ തലം എന്ന് പറയുന്നത് രൂപമാർഗമാണ്. അത് വിഗ്രഹാരാധനയാണ്. ഒരു വിഗ്രഹത്തെ വച്ച് അതിൽ ദൈവീക ചൈതന്യം ഉണ്ട് എന്ന ഇതോട് കൂടിയിട്ട് അതിനെ ആരാധിക്കുന്ന മാർഗം. മന്ത്ര, തന്ത്ര, യന്ത്ര മാർഗങ്ങളാണ്. ഈ മന്ത്ര യന്ത്ര സാധനങ്ങൾ ഒരു പ്രത്യേക ദിവസമാണ് ലോകത്തെല്ലായിടത്തും ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ദിവസം ഏതാണെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആ ദിവസമാണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു ദിവസം. അത് മാറ്റി വേറൊരു ദിവസത്തേട്ട് ആക്കിയ ആൾക്കാരും ഉണ്ട്. ഒരു വിഭാഗം മാത്രം. എന്നാൽ തന്ത്രവും മന്ത്രവും യന്ത്രവും ഇല്ലാത്ത ഒരു സാധനയുണ്ട്. തന്ത്രം എന്ന് പറഞ്ഞാൽ തന്ത്രം ഉപയോഗിച്ച് അതിന് വ്യത്യസ്ത ജെയിൻ അവരൊക്കെയാണ്, ജെയിൻ ബുദ്ധ അവരൊക്കെയാണ് തന്ത്ര സാധന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനം. മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വ്യത്യസ്ത ദൈവത്തെ എല്ലാ മതങ്ങളിലും പല കാര്യങ്ങളും അവർ ഒളിപ്പിച്ച് കരുത്തിയിരിക്കുന്നതിന്റെ ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുക, ചില കാര്യങ്ങൾ ചെയ്യുക, ചില ശാരീരികപരമായ കാര്യങ്ങൾ, അത് അവിടെ മന്ത്രമാണ് ഉപയോഗിക്കുന്നത് ശരിക്കും. നിങ്ങൾ നോക്കിക്കോ, അതിലെല്ലായിടത്തും ഒരു പുകഴ്ത്തൽ മന്ത്രമായിരിക്കും. സ്തുതി സ്തുതി അത് ഒരു വിഭാഗമല്ല, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതേ ധർമ്മങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ആത്മീയ സാധനയാണ് നമ്മൾ പറയുന്നത്, ഒരു സ്പിരിച്വൽ അവേക്കനിങ്. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഒന്നാമതായി പറഞ്ഞിട്ടുണ്ട് ആത്മീയ സാധന എന്നാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞ് നിങ്ങൾ ദൈവത്തിനോട് നേരിട്ട് കണക്ട് ആകുക എന്നുള്ളതാണ്. നിങ്ങൾ പൂർണ്ണമായും സറണ്ടർ ആക്കി അത് മാറ്റി വച്ചിട്ടാണ് ബാക്കി മൂന്നും മന്ത്രവും തന്ത്രവും ഉപയോഗിക്കുന്നത്. വ്യത്യസ്തമായി മൗനത്തിലൂടെ, ആഴത്തിലൂടെ, ഐക്യത്തിലൂടെ 3 തലങ്ങളിലൂടെയാണ് നമ്മളിതിന് കടന്നു പോകുന്നത്. ഇതൊരു സാധനയാണ്.
ഇന്നർ ജേണിയാണ്. ഉള്ളിലോട്ട് എത്രത്തോളം ആദ്യം അത് മൗനത്തിലൂടെ അവേക്കനിങ് ആകുന്നു, പിന്നെ ഡീപ്പനിങ്ങിലൂടെ ഏറ്റവും ആഴത്തിലോട്ട് പോകുന്നു, പിന്നീട് യൂണിയൻ ആകുന്നു, ഐക്യം, യോഗത്തിലാകുന്നു. ആരുമായി? രക്ഷിതാവുമായി യോഗത്തിലാകുന്നു. ഇതിനു വേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളാണ് ശ്രദ്ധ, വിശ്വാസം, ക്ഷമ, ഫോക്കസ്. വിശ്വാസം, ക്ഷമ. ഇത് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുഭൂതി ഉണ്ടാകും. നിങ്ങളുടെ അനുഭൂതി എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ടുള്ള കണക്ഷനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സകല വിജയവും, ജീവിതത്തിലെ സകല സക്സസും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഫീലിങ്ങും ഈശ്വരന്റെ കണക്ഷനിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിനാണ് ലോജിക്ക് ഇല്ലാതാക്കി മനസ്സ് നിർവികാരമായ കണ്ടീഷനിങ് ചെയ്യുന്നത്. എന്തിനാണ് ലോജിക്ക് ഇല്ലാതാക്കി മനസ്സ് നിർവികാരമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിൽ തിന്മകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിൽ വികാരങ്ങളോ ചിന്തകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ തിന്മ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ഓരോ വിചാരവും ഓരോ ചിന്തകളും ഒന്നുമല്ലെങ്കിൽ നന്മയുമായിരിക്കും, തിന്മയുമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ നന്മയായിരിക്കും, ഇല്ലെങ്കിൽ ആപ്പിളായിരിക്കും, ആപ്പിൾ. ഈ ആപ്പിൾ നിങ്ങൾ എത്രത്തോളം കഴിക്കുന്നുവോ അപ്പോ ചിന്ത നന്മയിലും തിന്മയിലുമായിരിക്കും. ഈ നന്മയിലും തിന്മയിലുമായ ചിന്തകൾ ഇല്ലാതാക്കിയാൽ മാത്രമേ മനസ്സിൽ നന്മ ഉണ്ടാവൂ, മനസ്സിൽ തിന്മകൾ ഇല്ലാതിരിക്കൂ. നിർവികാരമല്ലാത്ത മനസ്സിൽ ചിന്തകൾ കൂടുകയും അതിന്റെ ഫലമായി മനുഷ്യൻ സാധാരണക്കാരനായി തുടരുകയും ചെയ്യും. ഒരു ചിന്തയും നല്ലതല്ല, നന്മയായ ചിന്തയും നല്ലതല്ല, തിന്മയായ ചിന്തയും ഈ ഒരു സാധനയ്ക്ക് നല്ലതല്ല. അതിനാണ് നിങ്ങൾ ലോജിക്ക് ഇല്ലാതാക്കി പൂർണ്ണമായും നിർവികാരമായ ഒരു നിരീക്ഷകന്റെ രൂപത്തിൽ ഇരിക്കണം എന്ന് പറയുന്നത്. നിരീക്ഷകൻ നിർവികാരകനാണ്. നിർവികാരമല്ലാത്ത മനസ്സിൽ ചിന്തകൾ കൂടും. എന്തുകൊണ്ടാണ് എനിക്ക് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർവികാരമല്ല, നിരീക്ഷകനല്ല നിങ്ങൾ. നിങ്ങൾ ഒരു പക്ഷം പിടിക്കുകയാണ്, ഒന്നുമില്ലെങ്കിൽ നന്മയുടെ പക്ഷം അല്ലെങ്കിൽ തിന്മയുടെ പക്ഷം. എല്ലാത്തിനെയും ഒന്നായി കാണാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്കില്ല. എല്ലാത്തിനെയും ഒന്നായി കാണുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ നിന്നും സ്നേഹം പൂർണ്ണമായിട്ടും പുറത്തേട്ട് വരികയുള്ളൂ. ദൈവത്തിന് വേർതിരിവില്ലാത്തത് പോലെ അക്രമിയോടും സ്നേഹമാണ് ദൈവത്തിന്. അക്രമിയോടും സ്നേഹമാണ് ദൈവത്തിന്, നല്ലവനോടും സ്നേഹമാണ് ദൈവത്തിന്. അക്രമി നന്നാകട്ടെ എന്നാണ്, നല്ലവൻ നന്നായതിലും, രണ്ടിനും ഒരേ രീതിയാണ്. ആ രീതിയാണ് നിർവികാരമായ രീതി. നിങ്ങളൊരു പക്ഷം പിടിക്കരുത്. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് അഹങ്കാരം. മറ്റുള്ളവര് ഈ ഒരു നെഗറ്റീവ് വരും. ആരാണ് ദൈവം എന്നുള്ള ചോദ്യം നമുക്ക് വരുന്നത് മനുഷ്യനെ പോലെ നമ്മൾ ദൈവത്തെ കാണുന്നതുകൊണ്ടാണ്. ഞാൻ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു, മനുഷ്യനെ പോലെ നിങ്ങൾ ദൈവത്തെ കാണുമ്പോൾ മാത്രമാണ് ആരാണ് ദൈവം എന്നുള്ള ചോദ്യം വരുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും അത് ചോദ്യം വരില്ല. ഒരു കോൺഷ്യസ്നെസ് ആയി അതിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ചോദ്യം വരില്ല. ആരാണ് എന്ന് ചോദിക്കുന്ന, ആരാണ് എന്ന വാക്ക് പോലും ശരീരത്തിൽ ഊന്നിയാണ്. അവനാണോ, ഇവളാണോ, ആരാണ് എന്ന ചോദ്യം തന്നെ ശരീരത്തിൽ നിന്നാണ്. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നിങ്ങൾക്ക് ഒട്ടും പറ്റിയിട്ടില്ല. മറ്റുള്ളവർ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമോഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
പൂർണ്ണമായിട്ടും പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അവിടെയാണ് നിങ്ങൾ നിരീക്ഷകനല്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ ഒട്ടും നിരീക്ഷകനല്ല. ലോജിക്ക് ഇല്ലാതാക്കി മനസ്സ് നിർവികാരമായ കണ്ടീഷനിങ്ങിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. നിർവികാരമല്ലാത്ത മനസ്സിൽ ചിന്തകൾ കൂടുകൂട്ടുകയും അതിങ്ങനെ പെരുകി 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 പെറ്റുകൂട്ടുകയും അതിന്റെ ഫലമായി മനുഷ്യൻ സാധാരണക്കാരനായ ആ ചക്രത്തിൽ, ആ ചുരുളിയിൽ തുടരുകയും ചെയ്യും. ഇതിന് തടസ്സമാണ് അഹങ്കാരം. അഹങ്കാരം മനുഷ്യനെ തീർത്തും ദുർബലനാക്കും. നമുക്ക് മുമ്പ് ഈ ശക്തി പലരും നേടിയിട്ടുണ്ട് എന്ന ബോധ്യം ആദ്യം ഉണ്ടാകണം. അവര് അവര് നമ്മേക്കാൾ മുന്നേ പോയവരാണ്. അവര് നമ്മേക്കാൾ മുന്നേ പഠിച്ചവരാണ്. ആ ഒരു അഹങ്കാര ഇല്ല, എനിക്കെല്ലാം അറിയാം, ഞാൻ, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ഇവിടെ എന്തും അറിയാനുള്ള മാർഗമുണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം. ആ അഹങ്കാരം മനുഷ്യനെ തീർത്തും ദുർബലമാക്കും. ഞാൻ അഹങ്കാരിയാണ് എന്ന് ഓപ്പണായി പറയുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ മനുഷ്യരുണ്ട്. അഹങ്കാരം അത് പുറമേ തോന്നുന്നുണ്ടാവും ഇവൻ ഭയങ്കര ശക്തിയാണ് ഇതാണെന്നൊക്കെ, ഉള്ളു തീർത്തും ദുർബലമാണ്. അഹങ്കാരം മനുഷ്യനെ തീർത്തും ദുർബലനാക്കും. ഈ ഈ അഹങ്കാരത്തിന്റെ ഭാഗത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊരു അറിവാണ്, ഇതൊരു സ്റ്റഡിയാണ്, ഇതൊരു സ്കില്ലാണ്. ഈ സ്കില്ലും അറിവും സ്റ്റഡിയും മുമ്പ് പലരും നേടിയിട്ടുണ്ട്. ഈ ശക്തി ഒരു ശക്തി നേടലാണത്. സ്കില്ലും അറിവും കൂടിച്ചേരുമ്പോൾ ഒരു പവറാണത്, ഒരു ശക്തിയാണത്. വീടുണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പവറാണ്, ഒരു ശക്തിയാണ്, സ്കില്ലാണ്. ഇത് മുമ്പ് ഈ ശക്തി പലരും നേടിയിട്ടുണ്ട്, അവർക്കറിയാമെന്ന ബോധമാണ് ഈഗോ ഇല്ലാതാക്കുന്നത്. ഇല്ലെങ്കിൽ ഈഗോ ഇല്ലാതാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് എനിക്കെന്തോ അറിയാം, എല്ലാം വിടണം എന്ന് പറഞ്ഞത്. ഒന്നും നിങ്ങൾ അത് എന്നാൽ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നിർബന്ധമൊന്നുമില്ല. സോഷ്യൽ മീഡിയയും ശാസ്ത്രവും നമ്മളെ തിന്നുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ അതിനെ യൂസ് ചെയ്യണം, നമ്മളെ തിന്നാൻ പാടില്ല. ഈ അൽത്താഫ് എന്ന് പറഞ്ഞാൽ അൽത്താഫ് സലീമോ എന്താണ്, അയാളുടെ ഒരു സിനിമ വന്നല്ലോ, ഇന്നസെന്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നസെന്റ് സിനിമയില് അയാളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, വയറിന് അസുഖം വന്നു. അയാള് KSRTC ബസ്സിൽ യാത്ര ചെയ്യാണ്. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ അയാള് ടോയ്ലറ്റിൽ പോവാണ്. ടോയ്ലറ്റിൽ പോയപ്പോ പാന്റ് ഒരു പ്രാന്തൻ എടുത്തുകൊണ്ട് പോയി. ഇയാള് തുണിയില്ലാതെ പുറത്തിറങ്ങി, അത് എടുത്ത് സോഷ്യൽ മീഡിയയിൽ വരികയാണ്. ആ സോഷ്യൽ മീഡിയ മനുഷ്യന്റെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരിതാണ്. ഇപ്പോൾ ശാസ്ത്രവും സോഷ്യൽ മീഡിയയും നമ്മെ തിന്നുന്ന ഒരവസ്ഥയിലാണുള്ളത്. മനുഷ്യനെ തിന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവനായിട്ട് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഉണ്ട് കേട്ടോ. എന്തിനാണ് പിഞ്ചു കുട്ടികളെ പോലും ഇവർ നിഷ്കരുണം കൊന്നുകളയുന്നത് എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു കോൺസ്പിറസി തിയറി, ഈ ലോകം മുഴുവൻ അവർക്കെതിരെ തിരിയണം, അപ്പോൾ മാത്രമേ അവരുടെ മിശിഹ വരികയുള്ളൂ എന്ന വിശ്വാസമുണ്ട് എന്നാണ് ഒരു കോൺസ്പിറസി തിയറി. ഇതൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യണത്? ഈ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത് എന്തിനാണ്? ഈ ലോകത്തെ മുഴുവൻ തിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ തിരിക്കുന്നു എന്ന് ആളുകൾക്ക് മനസ്സിലായി. ആളുകൾ എല്ലാവരും, ലോകം മുഴുവൻ ഇവർക്കെതിരെ തിരിയണം. എല്ലാവരും തിരിയുമ്പോൾ മാത്രമേ ഇവരുടെ മിശിഹ പ്രതീക്ഷപ്പെടുകയുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറഞ്ഞ, സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു അപകടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് പല രാജ്യങ്ങളിലും സോഷ്യൽ മീഡിയ നിരോധിക്കുകയാണ്. അതിലൊരു അപകടം നേരെ തിരിച്ചടിച്ചിട്ടുണ്ട് ലോകമെമ്പാടും. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതല്ലേ, ലോകമെമ്പാടും ഇതിനെ പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട്. ഈ ഉള്ളുകള്ളികളെല്ലാം ഇതിലൂടെ തന്നെ പുറത്തേട്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായ ഒരവസ്ഥയായി.
സകല സിസ്റ്റത്തെയും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് രീതിയിൽ ഇവർ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന തിയറികളുണ്ട്. പിഞ്ചു കുട്ടികളെ പോലും നിഷ്കരണം കൊല്ലുമ്പോൾ ലോകം മുഴുവൻ തിരിയണം, ലോകം മുഴുവൻ അവർക്കെതിരെ തിരിഞ്ഞാൽ മാത്രമേ അവരുടെ മിശിഹ വരികയുള്ളൂ എന്നാണ് ഒരു തിയറി. അല്ലെങ്കിൽ എന്തോ ഒരു വലുത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, എന്തോ ഒരു വലിയ സംഭവം ഇവർ മറയ്ക്കുന്നുണ്ട് ലോകത്തിന് മുന്നിൽ. അല്ലാതെ എന്ത് പ്രയോജനമാണ് അവർക്കുണ്ടാകുന്നത്? ഇത്രയും വലിയ യുദ്ധങ്ങളും ആളുകളെ നിഷ്കരുണം കൊന്നുകളയുന്നതിലൊക്കെ പലതും നിഗൂഢമായി നേടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ഇവിടെയാണ് മനുഷ്യനെ എപ്പോഴും യുക്തിവാദിയോ മതവാദിയോ ആക്കുന്ന കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്ന ഒരു ഒരു മാനസികാവസ്ഥ. യുക്തിവാദിയും മതവാദിയുമായി നിലനിർത്തുന്ന ഒരു മനുഷ്യനെ ശാസ്ത്രത്തിൽ മാത്രം കെട്ടിയിടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. അതായത് ഈ കോഗ്നിറ്റീവ് ഡിസോണൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരാൾ വിശ്വസിക്കുന്നതും യാഥാർത്ഥ്യവും പൊരുത്തപ്പെടാത്ത അവസ്ഥ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ദൈവവിശ്വാസിയായിരുന്നു, പക്ഷെ ദൈവം സഹായിക്കുന്നില്ല എന്ന ഒരു ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് കുറച്ചു നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പലരും ദൈവമില്ല എന്ന് വിശ്വസിച്ച ഒരു 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 ഇത് ഉണ്ട്. ആ സമയത്തും എന്തോ ഉണ്ടല്ലോ എന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത ഒരു അവസ്ഥ, അതാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. യുക്തിവാദികൾ പറഞ്ഞത് അതുകൊണ്ടാണ് അവർ യുക്തിവാദി ആയെന്നാണ്. പക്ഷേ ഈ രണ്ടു പേർക്കും ഈ രണ്ടു പേരും കോഗ്നിറ്റീവ് ഡിസോണൻസിലാണുള്ളത്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ സാംസങ് ഉപയോഗിക്കുന്ന ഒരാളാണ്. നിങ്ങൾ അത് മാറ്റിയിട്ട് ആപ്പിൾ 17 Pro അല്ലെങ്കിൽ 17 വാങ്ങി. എന്നിട്ട് മനസ്സിൽ തോന്നുമായിരുന്നു ഇതല്ലായിരുന്നു വാങ്ങേണ്ടത്, പക്ഷെ വാങ്ങിപ്പോയി. അപ്പൊ എന്ത് പറയും? ഈ തെറ്റ് പറ്റിപ്പോയി, ഇത് വാങ്ങണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കും, എന്നിട്ട് അതിനു വേണ്ടി പോരാടും. അതാണ് ഇന്ന് യുക്തിവാദികളും മതവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ആപ്പിൾ ഐഫോൺ വാങ്ങി, എന്നിട്ട് അവർക്ക് തന്നെ അറിയാം ഇതല്ല വാങ്ങേണ്ടത്. ഇതല്ല, ഒരു മതവാദിക്കറിയാം, ഒരു നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും അറിയാം ഇതല്ലായിരുന്നു വാങ്ങേണ്ടത് എന്ന്. എന്നാൽ അവർ അംഗീകരിക്കൂല, പകരം ന്യായീകരിക്കും, അതിനുവേണ്ടി പോരാടും. അതൊന്നും എനിക്കറിയില്ല. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കും. ദൈവം ഉണ്ടോ എന്ന് എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നും. ദൈവമുണ്ടോ? എന്തിന്? വലിയ വലിയ ഈ വഴിയിൽ കടന്നുപോയ ആളുകൾക്ക് വരെ ഒരു നിമിഷത്തിൽ തോന്നിയിട്ടുണ്ട് ദൈവമുണ്ടോ. അതെല്ലാ മനുഷ്യർക്കും തോന്നും. ദൈവം എന്ന് പറഞ്ഞ സാധനം, അത് കാരണം ഈ ദൈവം എന്ന് പറഞ്ഞ ഇതിനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ഒരാളായിട്ടാണ്. ഒരു വടിയുമായിട്ടിരുന്ന് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷ തരുന്ന ഒരു 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 പുള്ളി, ഒരു ജഡ്ജി. ആ ഘട്ടം കടന്നു പോകാതെ, ദൈവമുണ്ടോ എന്ന സംശയഘട്ടം കടന്നു പോകാതെ ഒരിക്കലും ഈ വഴിക്കെത്താൻ പറ്റില്ല. ദൈവം എന്നത് ഒബ്ജക്റ്റീവായിട്ടാണ് എല്ലാവരും കാണുക. മനസ്സിൽ ശക്തമായിട്ട് പറയുന്നുണ്ടാവും ഞാൻ വലിയ വിശ്വാസിയാണ്, ഭയങ്കര വിശ്വാസിയാണെന്നൊക്കെ. പക്ഷേ ഈ സമയത്തെല്ലാം ആദിപാപമൊന്നും ഇല്ലാന്ന്, ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാ പറഞ്ഞത്? പാപം, അതൊക്കെ അതൊക്കെ സിംബോളിക്കായിട്ട് പറഞ്ഞൊരു കഥയല്ലേ. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. സിംബോളിക്കായിട്ട് പറഞ്ഞ ആ കഥയെ അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഈ നന്മയും തിന്മയുള്ള ആപ്പിള് തിന്നതും ജ്ഞാനം തിന്നതും അറിവ് നേടിയതൊക്കെ. അതിന്റെ ഉള്ളറകളിലേക്ക് പോണം. ഞാൻ പറഞ്ഞില്ലേ, പുറം മാത്രമാണ് കണ്ടത്. ഇന്നത്തെ സെഷന് പറഞ്ഞ അത് തന്നെ, പുറം മാത്രമേ കണ്ടത്. ആദി പാപം എന്ന പുറം മാത്രമാണ് കണ്ടത്. അങ്ങനെ പാപം ഉണ്ടെങ്കിലല്ലേ. പുറം മാത്രമേ കണ്ടുള്ളൂ മനുഷ്യൻ, അകം കണ്ടില്ല, ഉള്ള കണ്ടില്ല.
ഈ ദൈവമുണ്ടോ എന്ന ഘട്ടം പോകാതെ അതിൽ ഉറച്ചു നിന്ന് ന്യായീകരിക്കേണ്ടി വരും. ആ, മനുഷ്യനെ ദൈവം ഇങ്ങനെ കുഴച്ചുണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ മതി. എന്തൊരു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നിട്ടും അവർക്ക് സംശയമാണ്. അപ്പൊ ഈ സംശയമുള്ളപ്പോ എന്ത് ചെയ്യും? ഇതേ നിരീശ്വരവാദിയും യുക്തിവാദിയും ഇതേ മതവാദിയും അവിടെ ഉറച്ചു നിന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. അതിൽ ഉറച്ചു നിന്ന് അവർ ശക്തമായി അതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. ഇതിനു വേണ്ടി മനസ്സ് ചില തന്ത്രങ്ങൾ മെനയും. നിങ്ങൾക്കും ആ തന്ത്രങ്ങൾ ഉണ്ടോ എന്ന് പറയണം. നമ്മൾ ഈ പറയുന്ന തെളിവുകളെല്ലാം അത് തള്ളി പറയും. അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അതൊക്കെ യാദൃശ്ചികമാണ്, മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. വളരെ തന്ത്രപരമായി അവർ തള്ളിക്കളയും. അതൊക്കെ യാദൃശ്ചികമാണ്, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധാരണയാണ് എന്ന് പറഞ്ഞ് അവർ വളരെ തന്ത്രപരമായി അതിനെ തള്ളിപ്പെടും. അത് യുക്തിയിൽ അവർ പെട്ടുപോകും. പിന്നെ പറയും, ഇത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും പോകരുത്, അത് വല്ല ഹിപ്നോട്ടിസം ആണ്, ബ്ലാക്ക് മാജിക് ആണ്, അങ്ങനെ പലതും പറയും അവർക്ക്. കാരണം ഈ ഫീലിങ്ങും ഈ അനുഭവവും നൂറുകണക്കിന് ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയും ബയാസാണ്, ഇത് ബയാസാണെന്ന് പറയും. എങ്ങനെയാണോ ബിഗ് ബാങ് ഉണ്ടായത് അങ്ങനെ വന്ന് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായി വന്നു, അല്ലാതെ ഇപ്പൊ എങ്ങനെയാണ് ഉണ്ടായി വന്നെന്ന് പറഞ്ഞത് എനിക്ക് അത്രേ അറിയാവുള്ളൂ. കൈ എന്തായാലും മണ്ണുകൊണ്ട് കുഴച്ച് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ ഉണ്ടായതെല്ലാം നാച്ചുറലായി തന്നെ ഉണ്ടായതാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന നാച്ചുറലാണ്, നിങ്ങളുടെ മാറ്റവും നാച്ചുറലാണ്. ദൈവം എല്ലാത്തിനെയും ഒരാൾക്കും വന്നിട്ട് ഒരു ഇതിനെ ഈ സിസ്റ്റത്തെ മാറ്റിമറിക്കാൻ പറ്റില്ല. സിസ്റ്റത്തെ മാറ്റിമറിക്കാനുള്ള ഒരു സംവിധാനമല്ല ഇവിടെ ഉള്ളത്. ബയാസാക്കും, അല്ലെങ്കിൽ പറയാം ബയാസാക്കിയിട്ട് പറയും ഇവൻ മറ്റൊരാളെ പോലെയാണ്, മറ്റെന്തെങ്കിലോട് താരതമ്യം ചെയ്യും. ഏതെങ്കിലും ഒരു ചതിയനോടോ വഞ്ചകനോടോ കള്ളനോടോ താരതമ്യം ചെയ്യും. നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാംസങ്ങിന്റെ ആളാണ് അവൻ എന്ന് പറയുന്ന പോലെ, ആപ്പിൾ വാങ്ങിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, എന്നിട്ട് പറയും അത് സാംസങ്ങിന്റെ ആളാണ് എന്ന് പറയുന്ന പോലെ. അല്ല, സയൻസ് പറയണത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ സയൻസിനെയും പിന്തുടരുന്നില്ല, മറ്റതിനെയും പിന്തുടരുന്നില്ല. ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ എന്തിനാ നമ്മളത് അറിയണത്? ഒരു ഊഹം മാത്രമേ ഉള്ളൂ. പിന്നെ ചില മാറ്റങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ശാരീരികപരമായ മാറ്റങ്ങൾ അതുണ്ടായിട്ടുണ്ടാവും. മനുഷ്യൻ ദേഹം മൊത്തം രോമമുള്ളതാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അവൻ ആടിനെ പോലെ രോമമുള്ളവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഹനുമാൻ മൊത്തം മനുഷ്യൻ, അത് ആ ചേഞ്ചസിന്റെ ഘട്ടത്തിലുള്ള സമയമായിരിക്കും. വേറെ ക്രിയേച്ചേഴ്സ് ഉണ്ടായിരുന്നു, വേറെ അതിമാനുഷിക പവറുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഈ ധർമ്മങ്ങളിലും പറയുന്നുണ്ട്, ശാസ്ത്രത്തിലും പറയുന്നുണ്ട്. ഇതിനു മുമ്പ് വേറെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു മനുഷ്യന് മുമ്പ്. മനുഷ്യനിൽ തന്നെ ഹോമോസാപ്പിയൻസ്, ഹോമോ ഇറോട്ടിക്സ് 20 ലക്ഷം വർഷം ജീവിച്ച മനുഷ്യ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ആകെ 10,000 വർഷത്തെ കാര്യം ഇവിടെ ഇതിനകത്ത് പറഞ്ഞോളൂ. അപ്പൊ പിന്നെ എന്താണ് ഇതൊക്കെ? ഉം. അതിനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള സമയം ഉണ്ടാവില്ല. എല്ലാം കെട്ടുകഥയല്ല അങ്ങനെയാണെങ്കിൽ. എല്ലാം കെട്ടുകഥയാണ്. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സത്യമെല്ലാം ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഈ സാംസങ്ങിന്റെ ആളാന്ന് പറയും പോലെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആ, അവൻ സാംസങ്ങിന്റെ ആളാണ് അതുകൊണ്ട് പോണ്ട. തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റി എന്നത് അംഗീകരിക്കണം.
100 പേര് തെളിവ് പറഞ്ഞാലും അതെല്ലാം നുണ എന്ന് പറയും. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടായി, ഞങ്ങൾ ഈ ഒരു വഴിയിൽ വന്നതിന് ശേഷം എന്ന് 100 പേര് തെളിവ് പറഞ്ഞാലും അതെല്ലാം നുണ എന്ന് പറഞ്ഞ് തള്ളും. അതെല്ലാം കെട്ടുകഥകൾ, അവരുടെ തോന്നൽ എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളും. അതാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. പിന്നെ തലച്ചോറിന്റെ ഒരു പണിയാണ് നിസ്സാരവൽക്കരണം. ഇത് ആർക്കും പറ്റും. എന്നാ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ ബബ്ബബ്ബബ്ബബ്ബാന്ന് പറഞ്ഞു. ആ, തലച്ചോറിന്റെ ഒരു പണിയാണ് നിസ്സാരവൽക്കരണം. ഇതാർക്കും പറ്റും. ആയിക്കോട്ടെ, അതാർക്കും പറ്റും. ബബ്ബബ്ബ പറയും. നിങ്ങളൊന്ന് ചെയ്ത് കാണിക്ക്. പിന്നെയുള്ള ഒരു ട്രിക്ക് ഇത് പറയുന്ന ആളിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഇരവാദം സൃഷ്ടിക്കും. ചുമ്മാ എന്നെ ആക്രമിക്കാൻ നോക്കി എന്ന് പറയും. അല്ലെങ്കിൽ ഈ പറയുന്ന ആള് കള്ളനാണ്, വ്യാജനാണ് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കും. നിനക്ക് എന്ത് യോഗ്യതയാണ് ഇത് പറയാനുള്ളത്? നിനക്ക് ദൈവത്തിനോട് വല്ല കണക്ഷൻ ഉണ്ടോ? നിനക്ക് ഇതൊന്നും നമ്മൾ പറയാത്താണ്. വെളിപാടുണ്ടെന്നോ നമുക്ക് വെളിപാട് കിട്ടിയെന്നോ നമ്മള് ദൈവമാണോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പറയും ഇവൻ ആൾ ദൈവമാണ്, ഇവൻ ആളെ പറ്റിക്കാമെന്നാണ്. അതും അതും ഈ പറയുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ് ആണത്. അതായത് മെസ്സഞ്ചറെ തള്ളി പറയുക, ഈ മെസ്സേജ് കൊണ്ടുവരുന്ന ഒരാളെ തള്ളി പറയുക. ഇതൊരു മെസ്സേജ് ആണ്. ഒരു മെസ്സേജ് തരിക മാത്രമാണ്. ഒരു പ്രോഫറ്റ് അല്ല, ഒരു ദൈവവുമല്ല. ഒരു സാധാരണ മനുഷ്യൻ കരുതുന്ന ഒരു മെസ്സേജിനെ തള്ളി പറയുക, തെളിവ് കൊണ്ടുവരുന്ന ആളെ തള്ളി പറയുക. ഇത് കാലങ്ങളായി ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് വരുന്നത്? മനഃശാസ്ത്രപരമായി പറയുന്നത് മനസ്സിൽ ആശയക്കുഴപ്പവും അസ്വസ്ഥതയും ഉള്ളത് കൊണ്ടാണ്. അവർ വിശ്വസിക്കുന്നതും ഈ കാണുന്നതും തമ്മിൽ എന്തോ ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കണല്ലോ. എന്താണ് രഹസ്യമെന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ ഉള്ളിൽ ആശയക്കുഴപ്പവും അസ്വസ്ഥതയും ഉണ്ടാകും. അവിടെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ബ്രെയിൻ പുതിയ പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതും. മതവാദവും യുക്തിവാദവും ഇന്ന് ഒരുപോലെ ലേബലാണ്, ഐഡന്റിറ്റിയാണ്. എക്സ് മുസ്ലിം, ഫ്രീ തിങ്കേഴ്സ്, ഇന്ന മതക്കാരൻ, ഇന്ന സംഘടനക്കാരൻ, എല്ലാം ഐഡന്റിറ്റിയാണെന്ന്. ഐഡന്റിറ്റി. എന്നിട്ട് ഐഡന്റിറ്റി ഇല്ല, ഞങ്ങൾ ഫ്രീ ആണ് എന്ന് വാദിക്കരുത്. ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറയണം. ലോകത്തുനിന്ന് കോടിക്കണക്കിന് മതവാദികളും അതുപോലെ തന്നെ കോടിക്കണക്കിന് നിരീശ്വരവാദികളും ഉണ്ട്. ഒരു മതവും വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കോടിക്കണക്കിന് നിരീശ്വരവാദികളും മതവാദികളും തെറ്റിപ്പോയി എന്നാണോ നിങ്ങൾ പറയുന്നത്? മതമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്. അത് വേണോ വേണ്ടയോ? ഒരാൾക്ക് ജീവിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഇവിടെ സമൂഹം ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. എല്ലാരെയും സ്നേഹിക്കുക. ഇപ്പോ നിങ്ങൾ ചോദിക്കും ഇതെല്ലാരും ഇവരെല്ലാം തെറ്റിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇവരുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരുടെ മനസ്സ് പക്ക ഡിഫൻസ് മോഡിൽ നിന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളെ കുറിച്ചല്ല. ഇതിന് ശക്തമായി വിമർശിക്കാൻ വരുന്ന ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് ഉള്ള ആളുകൾ, അതായത് ഇവൻ സാംസങ്ങിന്റെ ആളാണ്, അല്ലെങ്കിൽ ഇവൻ എന്തോ ബ്ലാക്ക് മാജിക് നടത്തുകയാണ്, അല്ലെങ്കിൽ ഇവൻ എന്തോ ഹിപ്നോതെറാപ്പി നടത്തുകയാണ്, ഹിപ്നോട്ടിസം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു മെസ്സേജ് മാത്രമാണ് നൽകുന്നത്. ഞാൻ വേറെ ഒന്നും നൽകുന്നില്ല. മെസ്സേജും മൗനവും രണ്ടല്ലാതെ വേറെ ഒന്നും ഞാൻ നൽകുന്നില്ല. ഇത് നൽകുമ്പോഴാണ് ആളുകൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ രണ്ട് ഇത് മാത്രമേ ഞാൻ നൽകണുള്ളൂ. അപ്പൊ ഇത് വേറെയാണ് എന്ന് പറഞ്ഞ് അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് പക്ക ഡിഫെൻസീവ് മോഡിലായിരിക്കും, ഒരു പ്രതിരോധ മോഡിലായിരിക്കും. ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത് 100ൽ 100 മനുഷ്യർക്കും ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിക്കും അല്ലേ? നമ്മുടെ കൂടെയുള്ളവർക്ക് എന്താണ് പ്രത്യേകത? എല്ലാവർക്കും ഉണ്ടല്ലോ ഇത്. എല്ലാവർക്കും ഉണ്ടല്ലോ ഇത്. എന്നാ നിങ്ങളുടെ പ്രത്യേകത? ആ പ്രത്യേകതയാണ് മത നിരീശ്വര യുക്തിവാദികൾ മറ്റുള്ളവർ പറഞ്ഞതിനെ ഫോളോ ചെയ്യുമ്പോൾ
നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നില്ല. ഈ പ്രശ്നം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ അനുഭവങ്ങളെ മാത്രം നമ്മൾ ഫീൽ ചെയ്യുന്നു. നമ്മളാണ് ആരാണ് ബുദ്ധിമാന്മാര്? മതനിരീശ്വരവാദികൾ അവർക്ക് മുമ്പ് ഈ പലരും പറഞ്ഞ അല്ലെങ്കിൽ എഴുതി വച്ച് ഉണ്ടാക്കി വച്ച് ആ സിസ്റ്റത്തെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഒരു നിരീശ്വരവാദി ഉണ്ടാകുന്നത്? മുൻകഴിഞ്ഞ നിരീശ്വരവാദികൾ ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്ത് അത് ഉണ്ടാക്കി, ഇത് നമ്മൾ ആരും അങ്ങനെ ഒന്നിനും ഫോളോ ചെയ്യുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഈ പ്രോബ്ലം നമുക്കുണ്ട്, ന്യായീകരിക്കുന്ന പ്രോബ്ലം നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ അനുഭവങ്ങളെ മാത്രം ഫീൽ ചെയ്യുന്നു. അതെ, ദൈവവുമായി കണക്ട് ചെയ്യുമ്പോൾ ഒരു കണക്ഷനാണത്. ആ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ, ആ വൈബ്രേഷൻ അതിൻ്റെ അനുഭവമാണ്. നമ്മുടെ ഈ സമാധാനം നമ്മുടെ അതിൻ്റെ ഭാഗമാണ്. നമുക്കുണ്ടാകുന്ന സന്തോഷം അതിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ഫീൽ ചെയ്യുന്നു. നമ്മൾ ആ പ്രശ്നങ്ങൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറച്ചിലല്ല ഞാൻ ചെയ്യണത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ശരിക്കും ഞാൻ ഒരു ചോദ്യത്തിനും അല്ല ഉത്തരം പറയുന്നത്. ഞാൻ നിങ്ങൾക്കുള്ള പ്രശ്നത്തിന്റെ ഉത്തരമാണ് പറയുന്നത്. നമ്മള് ഈ പ്രോബ്ലം, അതായത് കോഗ്നിറ്റീവ് ഡിസോണൻസ്, ന്യായീകരിക്കുന്ന പ്രോബ്ലം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നമുക്കുണ്ട് തിരിച്ചറിഞ്ഞ് നമ്മുടെ അനുഭവങ്ങളെ മാത്രം നമ്മൾ ഫീൽ ചെയ്യുവാണ്. നമ്മൾ ശരീരത്തിനെയും മനസ്സിനെയും മാത്രമല്ല ട്രെയിൻ ചെയ്യുന്നത്, അവർ ശരീരത്തിനെയും മനസ്സിനെയും ട്രെയിൻ ചെയ്യാണ്. നമ്മൾ ശരീരത്തിനെയും മനസ്സിനെയും അതിനു മുകളിലുള്ള നമ്മുടെ ആത്മാവിനെയും നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. നമ്മൾ അനുഭവിക്കുക. നമ്മൾ ഈ അനുഭവിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കാൻ പറ്റണം. അങ്ങനെ തെളിയിച്ചാൽ നമ്മൾ മാറ്റും. നിങ്ങൾ ഈ അനുഭവിക്കുന്ന പേഴ്സണലായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ഫീലിംഗ് ആണ്, എന്ത് സമാധാനമായാലും പേഴ്സണലായിട്ട് ഇത് തെറ്റാണ്, ഇതിലും നല്ലത് വേറെ ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റും. ഞങ്ങൾ ഇന്ന് തന്നെ മാറ്റും. ഞാൻ കടുംപിടുത്തം പിടിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. അതെല്ലാം വേറെ ഏതോ ഒരു ശക്തിക്ക് അറിയുന്ന ഒരു കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. മനുഷ്യന് മണ്ണ് കുഴച്ച് കൈ കൊണ്ടിരുന്ന് കുഴച്ച് 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 ഔഫ്, എന്തുവാ. ഉം. നിങ്ങൾക്കറിയാമോ, എന്നെ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാള് എൻ്റെ അതേ ട്യൂണായി പോയി ലാസ്റ്റ്. കാരണം വിമർശിച്ച് 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 ഞാൻ എന്തുവാടേ എന്ന് ചോദിക്കുന്നത്, ആ എന്തുവാടേ എന്നത് വരെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ ബാംഗ്ലൂരിൽ. കാരണം എന്നെ കണ്ട് 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 എന്റെ മാനറിസം വരെ അവിടെ വന്നു എന്നുള്ളതാണ്. എന്നെ അല്ല നിങ്ങൾ കാണേണ്ടത്, ഞാൻ പറയുന്നതുമല്ല നിങ്ങൾ കാണേണ്ടത്. നമ്മൾ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ട്രെയിൻ ചെയ്യുകയാണ്. ഇതിലും നല്ലൊരു സമാധാനപരമായ ഒരു കാര്യം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനേക്കാൾ നല്ലൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന് മാറും. അത് ഫോളോ ചെയ്യും. ഇതിലും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് കൊണ്ടുവന്നാലും അത് നമ്മൾ സ്വീകരിക്കും. ഉം. ഇനി അടുത്തത് വാരിയല്ലായി, മണ്ണ് കഴിഞ്ഞപ്പോ വാരിയലിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഉം. നമ്മൾ അനുഭവിക്കുന്ന മനസമാധാനം നമ്മുടെയാണ്. നമ്മൾ അനുഭവിക്കുന്ന സമാധാനം നമ്മുടെയാണ്. ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം. അല്ലാതെ അത് കുറച്ചുപേര് സമ്മതിക്കൂല, അങ്ങനെയൊന്നുമില്ല, ഈ ആത്മീയതയില്ല, ശാസ്ത്രവും ഇല്ല എന്നൊന്നും പറയണ്ട. അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുമെന്ന്. ഈ ഭൂമിയിൽ ഇനിയിപ്പോ എന്ത് സംഭവം കൊണ്ടുവന്നാലും എല്ലാത്തിനും നമ്മൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. ആ, അവിടെയാണ് നമ്മൾ കോസ്മിക് എനർജിയും ഡിവൈൻ എനർജിയും തമ്മിലുള്ള വ്യത്യാസം. ഡിവൈൻ എനർജിയും കോസ്മിക് എനർജിയും ഒന്ന് തന്നെയാണ്.
അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മള് നമ്മൾ അനുഭവിക്കുന്ന മനസ്സമാധാനം ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ അത് അനുഭവിക്കുന്നതാണെങ്കിൽ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ചുമ്മാ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല. നമ്മുടെ അനുഭവം ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മുടെ പ്രത്യേകത, നമ്മൾ ചെയ്ത തെറ്റിനെ, ഒരു തെറ്റായ കാര്യം വാങ്ങി, ഒരു തെറ്റായ കാര്യം ഞാൻ വാങ്ങിയിരുന്നു എന്ന് അംഗീകരിക്കുകയാണ്. കൂടോത്രം ചെയ്തിരുന്നു, മന്ത്രവാദം ചെയ്തിരുന്നു, പല ടെക്നിക്കും ചെയ്തു നോക്കിയിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. അതെല്ലാം തെറ്റായിരുന്നു എന്ന് അംഗീകരിക്കുകയാണ് നമ്മൾ. മറ്റൊരു തെറ്റായിരുന്നു എന്ന് അംഗീകരിക്കണില്ല. ശാസ്ത്രം നോക്കിയിരുന്നു, മരുന്ന് നോക്കിയിരുന്നു, മന്ത്രം നോക്കിയിരുന്നു, യന്ത്രം നോക്കിയിരുന്നു, തന്ത്രങ്ങൾ നോക്കിയിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. നമ്മൾ അംഗീകരിക്കുക, ആ തെറ്റിനെ അംഗീകരിക്കുകയാണ്. ഈഗോ ഒഴിവാക്കുകയാണ് അവിടെ. അംഗീകരിക്കുകയാണ്. ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് അംഗീകരിക്കുകയാണ്. ഈഗോ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. എല്ലാവരോടും സ്നേഹമാണ്. ഇനി വിമർശിച്ചോ, നിങ്ങളോട് സ്നേഹമുള്ളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഈഗോ ഒഴിവാക്കുന്നു, സ്നേഹം പ്രചരിപ്പിക്കുന്നു, കൂടുതൽ കൂടുതൽ നമ്മൾ അപ്ഡേറ്റ് ആകുന്നു. ഇത്രയും നമ്മുടെ പണി. ഇതാണ് നമ്മുടെ പണി. നമ്മൾ ഒരിക്കലും ബ്രെയിനിനെ അല്ല ശക്തിപ്പെടുത്തുന്നത്. നമ്മൾ ഒരിക്കലും ശരീരത്തെ ശക്തിപ്പെടുത്തുന്നില്ല. നമ്മൾ ബ്രെയിനിനും ശരീരത്തിനും പവർ നൽകുന്ന പവർ ഹൗസിനാണ് ട്രെയിനിങ് നൽകുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ മിറാക്കിൾ സംഭവിക്കുന്നത്, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും. ഒരു ഒരു യുക്തിവാദി പറയുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിനിനെ ശക്തിപ്പെടുത്തൂ, നമ്മുടെ ബ്രെയിനിനെ ശക്തിപ്പെടുത്തൂ, നമ്മുടെ ബ്രെയിനിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ടെക്നോളജി കൊണ്ട് നിങ്ങൾക്ക് ലോകം കീഴടക്കാം. നമ്മൾ പറയുന്നു ബ്രെയിനിനെയും ആ ശരീരത്തെയും ആ ചിന്തകളെയും ആ മനസ്സിനെയും ശക്തിപ്പെടുത്തുന്ന പവർ ഹൗസിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ആവുകയാണ്, നമ്മളല്ലാതെ പുറകോട്ട് സഞ്ചരിക്കുകയല്ല. കാണുമ്പോൾ തോന്നും പുറകോട്ട് സഞ്ചരിക്കുകയാണ്. മുടി നീട്ടി വളർത്തുന്നുണ്ട്, ഏതോ ഒരു ജുബ്ബ പോലത്തെ സാധനം വലിച്ചു കയറ്റി ഇടുന്നുണ്ട്, പുറകോട്ട് സഞ്ചരിക്കാൻ തോന്നും. ഒരിക്കലും അല്ല. അതാണ് നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രത്തെയും ഇസ്ലാമിക തത്വശാസ്ത്രത്തെയും ക്രൈസ്തവ തത്വശാസ്ത്രത്തെയും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ കുഴപ്പമാണത്. ഇതിനെല്ലാം ഉള്ളില് ഉള്ള ആ മിസ്റ്റീരിയസ് ആയ സംഭവത്തെ മനുഷ്യർക്ക് കൃത്യമായി ഡിഗ് ചെയ്തെടുക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണത്. ആ, ഒരു ബുക്കിനെ നിങ്ങൾ കവർ വെച്ചിട്ട് ജഡ്ജ് ചെയ്യരുത്. അതിനുള്ളിൽ എന്താണെന്ന് ആർക്കും പറയാൻ പറ്റൂല. അത് ഉള്ളിൽ ശരിക്ക് പോയി റീഡ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വേരിഫൈ ചെയ്തോ. സൂക്ഷ്മ ലോകങ്ങളുടെ വാസ്തുവിദ്യ എന്താണ് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. സൂക്ഷ്മ ലോകങ്ങളുടെ വാസ്തുവിദ്യ, ആർക്കിടെക്ട്സ് ഓഫ് സബ്റ്റൈൽ വേൾഡ് എന്നൊക്കെ പറയാൻ വേണ്ടി. സൂക്ഷ്മ ലോകങ്ങളുടെ വാസ്തുവിദ്യ. ലോകങ്ങൾക്കുള്ളിൽ ലോകമുണ്ട് എന്ന അന്വേഷണത്തിലാണ് നമ്മൾ. സബ്റ്റൈൽ വേൾഡ്, അത് തന്നെ. സബ്റ്റൈൽ വേൾഡിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നമ്മൾ. സൂക്ഷ്മ ലോകത്തിൽ സാധാരണ മനുഷ്യൻ മുകളിൽ ലോകത്ത് നക്ഷത്രങ്ങളെ കാണുമ്പോൾ നമ്മൾക്കുള്ളിൽ വലിയ പ്രപഞ്ചമുണ്ട്, നമ്മൾക്കുള്ളിൽ വലിയ പ്രപഞ്ചമുണ്ട് എന്ന്, വലിയ വലിയ പ്രപഞ്ചങ്ങൾ, ഒരു പ്രപഞ്ചമല്ല, വലിയ വലിയ ഗാലക്സികൾ ഉണ്ട് എന്ന് നമ്മൾ പരിശോധന നടത്തുകയാണ്. അവിടെയാണ് നമ്മൾ സ്വപ്നലോകം, ഭാവനാലോകം, ഡെത്ത് വിഷൻസ്, അതായത് മരണത്തെക്കുറിച്ചുള്ള, ശരീരത്തിൽ നിന്നും വേർതിരിട്ടുള്ള ഡെത്ത് വിഷൻസ്, മരണദർശനം എന്നൊക്കെ പറയും. ഈ ഏഞ്ചൽ മേഖലകൾ, ഏഞ്ചലിന്റെ ഇടയിൽ ഇനി എന്തെങ്കിലും ഭൂത പ്രേത പിശാചുക്കളുടെ മേഖലകളുണ്ടോ, ഇനി അതിനപ്പുറത്ത് എന്തെങ്കിലും ശുദ്ധമായ അവബോധമുണ്ടോ, ഇവയൊക്കെ ഫാന്റസികളാണോ എന്ന പഠനമാണ് നമ്മൾ നടത്തുന്നത്. അത് പഠിക്കാണ്. ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് അതിനെ അനുഭവിക്കുക, എങ്ങനെ അറിയാം, എങ്ങനെ ഫീൽ ചെയ്യാം, അവരോട് എങ്ങനെ ചങ്ങാത്തത്തിലാകാം, അവരോട് യുദ്ധം എങ്ങനെ നിർത്താം, ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇത് പഠിക്കുന്നതിന് മുമ്പ് എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് പാമ്പിനെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആ പാമ്പും നമ്മുടെ കൂട്ടാണ് എന്നാണ് പറയുക.
കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ പറഞ്ഞു അവിടെ ഒരു പ്രത്യേക സ്വർണ്ണ നിറത്തിലുള്ള ഒരു പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. വന്ന് ഈ പേടിയുള്ള ആള് കിടന്നുറങ്ങിയപ്പോൾ ഈ സ്വപ്നം കണ്ടു ഈ പാമ്പിനെ. ആ പറഞ്ഞു അപ്പോഴും എനിക്ക് ഭയമൊന്നും തോന്നിയില്ല, ഒരു ഇഷ്ടമാണ് തോന്നിയത്. അവിടെ മാറുകയാണ്, ഇവിടെ ഫാന്റസികൾ മാറുകയാണ്. പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള പറ്റിപ്പുകൾ, ചതികൾ, വഞ്ചനകൾ ഇല്ലാതാവുകയാണ്. അസ്തിത്വത്തിന്റെ പാളികൾ എന്ന് പറയുന്നത് ദ്രവ്യത്തെക്കാൾ കൂടുതൽ അപ്ഡേറ്റ് ആണോ, ഖരത്തേക്കാൾ ഒബ്ജക്റ്റീവിനേക്കാൾ കൂടുതൽ അപ്ഡേറ്റ് ആണോ എന്നാണ് നമ്മൾ പഠിക്കണത്. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമില്ലയോ, ഒന്നുകൂടെ കേട്ടാൽ ശരിക്കും മനസ്സിലാവും. ഞാൻ അങ്ങനെ വലിയ കട്ടിക്കൊന്നുമല്ല ഇത് പറഞ്ഞത്. നമ്മുടെ അസ്തിത്വത്തിന്റെ പാളികൾ ഈ ഒബ്ജക്റ്റീവായ ശരീരത്തെക്കാൾ കൂടുതൽ അപ്ഡേറ്റഡ് ആണോ, പരിഷ്കൃതമാണോ എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സൂക്ഷ്മ ലോകത്തിന്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കോശങ്ങളെ കുറിച്ച് പഠിക്കും, ലോകങ്ങളെ കുറിച്ച് പഠിക്കും, ആലമുൽ അർവാഹുക്കളെ കുറിച്ചും ആലമുൽ മലക്കൂത്തിനെ കുറിച്ചും ആലമുൽ ജബറൂത്തിനെ കുറിച്ചും ക്രിസ്തീയമായ നിഗൂഢ വിശ്വാസങ്ങളെ കുറിച്ചും സൂക്ഷ്മ ശരീരങ്ങളെ കുറിച്ചും മനഃശാസ്ത്രപരമായ സമാഹാരങ്ങളെ കുറിച്ചും അനുഭവപരമായ പര്യവേഷണം നമ്മൾ നടത്തും. അപകടങ്ങളും തെറ്റിദ്ധാരണകളും വിവേചനങ്ങളും നമ്മൾ തിരിച്ചറിയും, ഒക്കെ നമ്മൾ തിരിച്ചറിയും. അവിടെ വേദാന്തവും യോഗയും യോഗിയും എന്താണ് പറയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കും. ലോകങ്ങളും കോശങ്ങളും എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. മനുഷ്യന്റെ 5 കോശങ്ങൾ: ഭൗതിക ശരീരം, ഊർജ ശരീരം അതായത് പ്രാണ, മനസ്സ് വികാരം, ബുദ്ധി, ആനന്ദ എന്ന് പറയുന്ന 5 കോശങ്ങളെ കുറിച്ച് നമ്മൾ അറിയും. ഭൗതികമായ ശരീരം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. എനർജറ്റിക് ആയിട്ടുള്ള ഊർജ ശരീരം, എനർജി ബോഡി അല്ലെങ്കിൽ ഊർജ ശരീരം, പ്രാണ എന്താണ് നമ്മൾ മനസ്സിലാക്കും. അത് പഠിക്കും അതിനെക്കുറിച്ച്. മനസ്സ്, ശരീരവും ഭൗതിക ശരീരവും ഊർജ ശരീരവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നോക്കും, പരിശോധിക്കും ഞങ്ങൾ. അതിനപ്പുറത്തുള്ള ബുദ്ധി എന്താണ്, അതിനപ്പുറത്തുള്ള ആനന്ദം എന്താണ്, ഈ 5 കോശങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കും. ആ ലൈറ്റ് ബോഡി, എനർജിക് ബോഡി, എതറിക് ബോഡി, അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കും. 5 ലോകങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കും, വ്യത്യസ്ത ലോകങ്ങളെ കുറിച്ച്. 6ഉം 7ഉം ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂർലോകം, ഭുവർലോകം, സ്വർഗലോകം, മഹാലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെ പറയുന്ന ലോകങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കും. ഭൂർ എന്താണ്, ഭൂവർ എന്താണ്, ഭൂമിക്കടിയിലുള്ള പാതാള ലോകം എന്താണ്, ഭൂവർ ലോകം, ഭൂമി ലോകം എന്താണ്, സ്വർഗലോകം എന്താണ്, മഹാലോകം എന്താണ്, തപോലോകം എന്താണ്, സത്യലോകം എന്താണ്. ആ വഴിയില് പാതാളാവസ്ഥയിൽ നിൽക്കുന്നവൻ ചെയ്യുന്നത് നന്മ തന്നെയാണ്. അവൻ അവന്റെ കണ്ടീഷനെ വെച്ച് അവൻ അത് ചെയ്യുന്നു. മതമില്ലാതെ നിൽക്കുന്നവനും അവനും നല്ലവൻ തന്നെയാണ്. മതമില്ലാത്തവനും മതമുള്ളവനും ഒക്കെ നല്ലവരാണ്. അവരവരുടെ റേഞ്ചിൽ നിൽക്കുന്നു എന്ന് മാത്രമേ നമ്മൾ വിലയിരുത്തുന്നുള്ളൂ. അവരവരുടെ റേഞ്ചിൽ നിൽക്കുന്നു. ആ റേഞ്ചിൽ നിന്നും നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന കോശങ്ങളും ലോകങ്ങളൊന്നും വെറും ഭൗതികമായ സ്ഥലമായി നമ്മൾ കാണുന്നില്ല. അനുഭവങ്ങളുടെ ആവർത്തികളായിട്ടാണ് നമ്മൾ കാണുന്നത്. പാതാള ലോകവും ഭൂമി ലോകവും സ്വർഗലോകവും മഹാലോകവും തപോലോകവും സത്യലോകവും നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണുന്നില്ല. ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞതിനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എടുത്ത് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ നിങ്ങൾ കാണുള്ളൂ. ഒരു മനുഷ്യൻ ശരീരത്തിൽ നിന്ന് ചിന്തിക്കുന്ന ചിന്തകളെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ സംശയം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഇൻറ്റിമസിയോ അല്ലെങ്കിൽ പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടുള്ള പൊസസീവ്നെസ് ഒക്കെ ആ ശരീരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അതിന് നിർവചനം നടത്താം. അങ്ങനെ നിർവചനം നടത്തിയാൽ നിങ്ങൾ ആ തലത്തിൽ തന്നെ നിൽക്കും. അതേസമയം ഈ പറയുന്ന കോശങ്ങളും ലോകങ്ങളും നിങ്ങൾ ശരീരത്തിൽ വെറും സ്ഥലങ്ങൾ എന്നത് മാറ്റി അനുഭവങ്ങളുടെ ആവർത്തികളായി നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൽ വേറെ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളിൽ. അസ്തിത്വത്തിന്റെ ലോകങ്ങളെ കുറിച്ച് ആലമുൽ മുൽക്ക്, ആലമുൽ മലക്കൂത്ത്, ആലമുൽ ജബറൂത്ത്, ലാഹൂത്ത് എന്നിങ്ങനെ വ്യത്യസ്തമായ തലങ്ങളെ കുറിച്ച്
മുസ്ലിങ്ങളും പറയുന്നുണ്ട്. ഭൗതിക ലോകം, ആലമുൽ മുൽക്ക്, ആലമുൽ മലക്കൂത്ത്, എനർജി ലോകം, അതായത് സാങ്കല്പിക ലോകം അല്ലെങ്കിൽ ദൂതന്മാരുടെ ലോകം. ആലമുൽ ജബറൂത്ത്, ദൈവികമായ കൽപ്പനയുടെ ലോകം. ലാഹൂത്ത്, ഐക്യത്തിന്റെ ലോകം. ഓരോ മേഖലയും ദൈവിക ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഓരോ മേഖലയും. നിങ്ങൾ ഇനിയിപ്പം ഭൂർ ലോകത്താണെങ്കിലും ഭൂർ ലോകത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആലമിൽ മുൽക്കിലാണെങ്കിലും മലക്കൂത്തിലാണെങ്കിലും ഓരോ ഓരോ മേഖലയും നിങ്ങൾ ദൈവിക ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഗുണങ്ങളാണ്. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഭൂർലോകവും ഭൂവർലോകവും മഹാലോകവും തപോലോകവും സത്യലോകവും. നിങ്ങൾ സത്യലോകത്തിലെ യൂണിയൻ, ഐക്യം. ഇത് 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 എല്ലാ ധർമ്മങ്ങളിലും ഉണ്ട്. ക്രിസ്ത്യൻ മിസ്റ്റിക്കുകൾ ഇതിനെക്കുറിച്ച് എഴുതിയ സ്വർഗീയ ശ്രേണികൾ, മാലാകമാരുടെ ക്രമങ്ങൾ, ആന്തരികമായ ആകാശങ്ങൾ, പിന്നീട് ശുദ്ധീകരണം വഴി പ്രകീകരിക്കുന്ന ഏകീകൃത വഴികൾ എന്നാണ് പറഞ്ഞത്. സ്പിരിച്വൽ വേൾഡ്, ഹെവനിക് വേൾഡ്, ഏഞ്ചൽ വേൾഡ്, ഇന്നർ 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 സ്പേസ് അല്ലെങ്കിൽ ഇന്നർ ഇന്നർ സ്കൈ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണം, യേശുവിലൂടെയുള്ള ശുദ്ധീകരണം എന്നാണ് അവർ പറഞ്ഞത്. ശുദ്ധീകരണത്തിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ഏകീകൃതമായ വഴി, ഒറ്റ വഴി. സൂഫിസത്തിൽ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. ഈ ആലമുൽ ആലമുൽ മുൽക്കും മലക്കൂത്തും ജബറൂത്തും ലാഹൂത്തും ഒക്കെ അതിൽ തന്നെ പറഞ്ഞതാണ്. അതിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ലതായിഫുകളും ചക്രകളും യോഗയും ധ്യാനവും മെഡിറ്റേഷനും ഒക്കെ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല വഴികൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗം എന്ന് പറയുന്നത് ക്രിസ്തീയ യൂണിയന്റെ അവസ്ഥയാണ്, ഭൂമിശാസ്ത്രപരമല്ല. യൂണിയന്റെ അവസ്ഥയാണ്. സ്വർഗീയ അനുഭൂതി എന്ന് പറയുന്നത് യൂണിയന്റെ അവസ്ഥയാണ്. നിങ്ങൾ എപ്പോൾ ദൈവികമായി ആ ദൈവികമായ മനസ്സോടുകൂടി എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് സ്നേഹത്തിലൂടെ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവോ, അതിൽ എത്രത്തോളം നിങ്ങൾ പോകുന്നു, ഡീപ്പായി പോകുന്നു എന്നുള്ളതാണ് യൂണിയൻ. രാവിലെ എഴുന്നേറ്റാൽ വൈകിട്ട് ഉറങ്ങുന്നത് വരെ, ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾ യൂണിയന്റെ അവസ്ഥയിലാകണം. ദാറ്റ് ഈസ് സറണ്ടർ. ദാറ്റ് ഈസ് സറണ്ടർ. നിങ്ങൾ മൗനത്തിലായാലും നിങ്ങൾ സംസാരത്തിലായാലും സംസാരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ്? എല്ലാ നല്ല വാക്കുകളും ദൈവീകതയാണ്. നിങ്ങൾ അതാണോ സംസാരിക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ല രണ്ടുപേരും മാറി കഴിയുമ്പോൾ അവന്റെ കുറ്റം പറയുകയാണോ? അത് ചിന്തിച്ചു നോക്ക് നിങ്ങള്. മൗന എന്നത് മാത്രമല്ല, മൗനമല്ല, മൗനമല്ല, സൂക്ഷ്മതയാണ് വേണ്ടത്. മൗനം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ്. മൗന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായടിച്ച് ലോക്ക് ചെയ്തിരുന്നോന്നല്ല. പറയുന്നത് മൗന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ദൈവികമായി മാറുക എന്നുള്ളതാണ്. ദൈവം നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് പോലെ നിങ്ങൾ ദൈവികമായി മാറുക, മിണ്ടാതിരിക്കുക എന്നല്ല. ആധുനികമായ സൈക്കോളജിയിലും സ്വപ്നലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആർക്കൈറ്റിപ്പിൽ ഇമേജറി എന്ന് പറഞ്ഞ ഇല്യൂഷനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. വിഘ വിഘ മനുഷ്യൻ മനസ്സിന്റെ വിഘടിതമായ അവസ്ഥകളെ കുറിച്ച് പഠനം നടക്കുന്നുണ്ട്. ദർശനങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ച് പഠനം നടക്കുന്നുണ്ട്. മനുഷ്യൻ, വിശദമായി പറഞ്ഞാൽ മനുഷ്യൻ മരണത്തിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ അവർ കണ്ടത് ഒരു ഡോറാണ്, അല്ലാതെ അവിടെ അടയുമല്ല കണ്ടത്. എത്രയോ റിപ്പോർട്ടുകൾ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി മരിച്ചു എന്ന് വിചാരിച്ച ആള് പിന്നീട് തിരിച്ച് വന്ന ഒരുപാട് സംഭവങ്ങൾ ഡോക്ടർമാർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ NDE ഒന്നും രണ്ടുമല്ല. ഇന്ന് ആധുനിക യുഗമാണ്. എവിടെ റിപ്പോർട്ട് ചെയ്താലും നിങ്ങൾക്കത് ഇന്റർനെറ്റിൽ അറിയാൻ കഴിയും. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതിൻ്റെ
തിസീസുകളും ഒക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും. നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ശരിക്കും അത് ഡെത്ത് എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ പോയി എന്ന് വിചാരിച്ചോടുന്ന് തിരിച്ചു വരിക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സൊരു വാതിലാണ്, ഉറവിടമല്ല. ഇറ്റ്സ് എ ഡോർ. ഈ സ്വപ്നലോകങ്ങളും ഈ ഭാവനയും ഈ മനസ്സും എല്ലാം ഒരു ഡോറാണ്, ഉറവിടമല്ല. നമ്മൾ ഉറവിടമാണെന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. ഈ മനസ്സാണ് നമ്മുടെ ഉറവിടം എന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. ഈ മനസ്സിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വരുന്നത് എന്ന് അത് ഇറ്റ്സ് എ ഡോർ. അതൊരു വാതിലാണ്, ഉറവിടമല്ല എന്ന് മനസ്സിലാക്കണം. അവിടെ അപ്ഡേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സാണ് ഉറവിടം എന്ന് വിചാരിച്ചില്ല, മനസ്സിൽ നിന്നുകൊണ്ടുള്ള അപ്ഡേഷൻ നടക്കുള്ളൂ. അവിടെയാണ് എല്ലാവരുടെയും പ്രശ്നം. ബ്രെയിൻ, ബ്രെയിനിൽ നിന്നുള്ള മനസ്സ്, ബ്രെയിനിനെ കണക്ട് ചെയ്യുന്ന മനസ്സ്, ആ മനസ്സാണ് ഉറവിടം എന്ന് വിചാരിക്കുന്നു. മനസ്സ് ഉറവിടമല്ല, ഒരു ഡോർ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ്സ് എ ഡോർ. ഇതിലും വലുതിലായിട്ടുള്ള ഒരു ഡോർ. അവിടെ അങ്ങനെയല്ലേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. നിങ്ങൾ ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ എന്തോ വന്നിരിക്കുന്നു എന്നല്ല. നിങ്ങൾ ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞ നെഞ്ചിനുള്ളിൽ ഒരു ഇടമുണ്ട്, ഒരു ഇടമുണ്ട്, ഒരു ഇടം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ്. ഒരു ഇടം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവബോധം ചർമ്മത്തിൽ മാത്രം പരിമിതപ്പെട്ടതല്ല, അത് ഓപ്പൺ ആണ്. ഹൃദയം തുറന്നാൽ അത് ഓപ്പൺ ആണ്. ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ ഉയർന്നു വരും. നിങ്ങൾ സാക്ഷിയായി തുടരുക എന്നുള്ളതാണ് അവിടെ. പലതും ഉയർന്നു വരും, നിങ്ങൾ സാക്ഷിയായി തുടരുക. വിവേചനവും സുരക്ഷയും നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എല്ലാ ദർശനങ്ങളിലുമുള്ള പാകപ്പിഴവുകളെ നിങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിന് വിനയം വളരെ ആവശ്യമാണ്. മാനസിക ആരോഗ്യം അത്യാവശ്യമാണ്. ധാർമ്മികമായ ഫലം, അതാണ് നമ്മുടെ അളവുകോൽ. നമ്മൾ എപ്പോഴും വിലമതിക്കുന്നത് കാഴ്ചയേക്കാൾ സ്ഥിരതയാണ്. സ്ഥിരതയെയാണ് നമ്മൾ വിലമതിക്കുന്നത്. സ്ഥിരതയുണ്ടോ? യു ക്യാൻ എക്സ്പീരിയൻസ് ദ മിറാക്കിൾ. കാഴ്ചകളേക്കാൾ സ്ഥിരതയെ വിലമതിക്കുന്നു. പ്രപഞ്ചം പല പാളികളായി വിഭജിക്കപ്പെട്ടിരിക്കാം. അതിൽ ഏറ്റവും ആഴമേറിയ മാനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനെ പൂർണ്ണാർത്ഥത്തിൽ ഇപ്പൊ NDE ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പോലും എന്താണ് അനുഭവിച്ചത് എന്ന് വാക്കുകൾക്ക് കഴിയുന്ന, വാക്കുകൾ എത്രത്തോളം ഉണ്ട് ആ വാക്കുകൾ വെച്ച് പറയാൻ പറ്റൂലോ. എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് എഴുതാനും പറ്റും, അത് പറയാനും പറ്റും. പൂർണ്ണാർത്ഥത്തിൽ അതിനെ പ്രതിഫലിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് ചെറിയൊരു രൂപം പറയാലോ. അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കണ്ടേ. പ്രപഞ്ചമൊക്കെ 7 പാളികൾ ഉണ്ടാവും, 12 പാളികൾ ഉണ്ടാവും, ഭൂമി 12 പാളി ഉണ്ടാവും. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇതിൽ ഏറ്റവും ആഴമേറിയ തലം എന്ന് പറയുന്നത് മുകളിലുമല്ല, മരണശേഷവുമല്ല, ഇപ്പോഴാണ്, ഇവിടെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. നിങ്ങൾ അത് അനുഭവിക്കണം, ഫീൽ ചെയ്യണം. എല്ലാവർക്കും പറ്റൂല. നമ്മുടെ തെറ്റല്ല, അവരുടെയും തെറ്റല്ല. സമയമായിട്ടില്ല. ടൈം വലിയൊരു ഘടകമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് മാറണ്ടേ. ഒരു വിത്ത് നട്ട് വിരിഞ്ഞ് മരമായി വളർന്നതിനും കായ്കനികൾ ഭക്ഷിക്കുന്നതിനും ഒരു ടൈം ഉണ്ടാകും. അത് ആരുടെയും തെറ്റല്ല. തീർച്ചയായും സമയമായില്ല. ഇനി ഈ സമയവും ദൈവം തരുന്നതെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ തലയിലിടരുത്. അതും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്, ദൈവം ക്രിയേറ്റ് ചെയ്തതല്ല. ആ സമയവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്.
കാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷനിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് ആ ടൈം. അതും ദൈവത്തിന്റെ തലയിൽ കൊണ്ടുപോയിടരുത്. ദൈവം ആരാണ് എന്ന് ചോദിച്ചിട്ട് ആ പുള്ള തലയിൽ കൊണ്ടുപോയിടരുത്. മനസ്സിലായില്ലേ? ഓട്ടോമാറ്റിക്കായി തെളിഞ്ഞു വരണം. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായി തെളിഞ്ഞു വരുന്നതാണ്. എന്തോ എവിടെ ഒരു സ്പാർക്ക് മിന്നി ഇടിച്ചിരിക്കുന്നു, കടിച്ചു തൂങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്തോ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് വേറൊന്നും അറിയാനും പാടില്ല. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് മിറാക്കിള്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ആ എനിക്കറിയില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ അത്ഭുതങ്ങൾ നൽകാം, അല്ലെങ്കിൽ പിന്നെ പ്രത്യേക സമാധാന സന്തോഷമൊക്കെ നിങ്ങൾ മിറാക്കിൾ പോലെ കിട്ടും, സമ്പത്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെ സമാധാനം കിട്ടി, സന്തോഷം കിട്ടി എന്നൊക്കെ പറയണ്ടല്ലോ എന്ന് ചോദിച്ചു. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെങ്ങനെയാ വന്നതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എനിക്കറിയില്ല. അപ്പൊ ഇത് നിങ്ങളല്ലേ ചെയ്യണേ? ഞാൻ പറഞ്ഞു, ഞാനല്ല ചെയ്യണത്, അത് വേറെ ആരോ ആരോ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു മനുഷ്യനല്ല എന്തായാലും. മനുഷ്യ രൂപവുമല്ല, കോലവുമല്ല, രൂപവും ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. സോ ഗോ ഫോർവേഡ്. അങ്ങോട്ടും നോക്കരുത്, ഇങ്ങോട്ടും നോക്കരുത്. മുന്നോട്ട് സഞ്ചരിക്കുക, അപ്ഡേറ്റ് ആകുക. മനുഷ്യന്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് മനസമാധാനമാണ്. മനുഷ്യന്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നേരെ നോക്കുക, മനസമാധാനമാണ്. സമാധാനമില്ലാതെ ലോകത്ത് എന്ത് നേടിയിട്ടും കാര്യമില്ല. നീ ലോകം മുഴുവൻ നേടിയിട്ട് ഒരുവനെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസമാധാനം ഇല്ലാതായിട്ട് പിന്നെ എന്ത് കാര്യം നടക്കില്ല. അത് നോക്കുക. അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ.